കൊച്ചാണീരോ? എന്തൊരു കഷ്ടാണ് ഈ നട്ടപ്പാതിര വരെ വെറുതെ അതിനെ ഉറക്കൊഴിപ്പിച്ചിരുത്തും. ഒരു 6 മണിക്ക് വിളിച്ചൂടെ? എന്നൊരു 6, 6:45 ആകുമ്പോഴേക്ക് കുളിയും കഴിപ്പിച്ചിരുത്തി കഴിഞ്ഞാൽ അതിന് സുഖമായിട്ട് പഠിച്ചൂടടി. അവക്ക് നിന്റെ ബുദ്ധിയോടെ കിട്ടിയേക്കണേ, അങ്ങനെ അധികം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അനകാ ഇന്ന് പോണ്ടേ? പിന്നെ പോണ്ടേ. എന്തൊക്കെയാ പിന്നെ? എന്ത് നല്ല തന്നെ. അമ്മാ ആകെ പ്രശ്നടാ. ബിസിനസ് ഒക്കെ ഭയങ്കര മോശാന്നേ. ബിസിനസ്സോ? എന്താ അമ്പാനയുടെ വീടല്ലേ? തയ്യലില്ലടാ. തയ്യല് നോക്കണം. പണി കുറവാകുമ്പോൾ ആളുകളോട് പറയണം, എന്നിട്ട് അങ്ങനെ പണി ഉണ്ടാക്കണം. അതാ ചെയ്യുക. അല്ലാണ്ട് എന്താണ്? ആൾക്കാരോട് പറഞ്ഞിട്ടൊക്കെ ഇനിയിപ്പോ എന്ത് എപ്പ നടക്കാനാ? ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ട് ഇനി എപ്പ നടക്കാനാ? ജീവിതമൊക്കെ വഴിവെട്ടി പോയി മോനെ. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നീ വിചാരിച്ച ഒന്നും നടക്കൂലല്ലോ അല്ലേ? ഞാൻ വിചാരിച്ച ഒന്നും നടക്കില്ല. ഞാൻ വിചാരിച്ച എന്ത് നടക്കാനാണ്? ഉണ്ടോ? ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴേ വിചാരിച്ചു നിന്നെ കാണരുതേ എനിക്കറിയാം. എന്തേലും ഉണ്ടെങ്കിൽ താടെ 1000 രൂപ മതി. ഒന്നുമില്ല. എന്നാ പിന്നെ എനിക്കൊരു പണി ശരിയാക്കിത്താ. എന്ത് പണി? എന്തെങ്കിലും പണി. എനിക്ക് തയ്യൽ മാത്രമല്ല അറിയൂ. അന്ന് തയ്ക്കാനായിട്ട് എവിടെയെങ്കിലും അല്ലെങ്കിൽ എന്റെ കൂടെ കൊണ്ടുപോകാൻ വിചാരിക്കായിരുന്നു. വല്ല പോസ്റ്റിന്റെ മുകളിലൊക്കെ വലിച്ചു കയറ്റാം. അവിടെ നിന്റെ മോൻ കണ്ടോണ്ടിരിക്കണ്ടടാ, വലിയ പാടാ. എടാ തയ്ക്കാൻ എവിടെയെങ്കിലും ആക്കി തന്നാലും മതിന്നേ, ഏതെങ്കിലും കടയിലൊക്കെ. നീ ഇവിടെ തന്നെ നോക്കടി, അല്ലാതെ നീ വേറെ എവിടെ ഏത് കടയിൽ പോയി? ഇവിടെ ആര് തയ്ക്കാൻ തന്നിട്ടാന്ന് ഇറങ്ങിട്ട് ആളുകളോട് പറയണം, അയൽവക്കത്തുള്ള ആളുകളോടൊക്കെ പറയണം. എനിക്ക് തോന്നണില്ല. എന്നാ പിന്നെ ഒരു 1000 രൂപ ഇപ്പം. നിനക്ക് ഒരു നാണല്ലോ എന്റെ. എന്തിനാണ് ഇങ്ങനെ ഇരക്കാൻ നിക്കണതെന്ന്? എന്തിനാടാ? സ്വന്തം പെങ്ങളല്ലേടാ വന്ന് കൈ നീട്ടണേ. എനിക്ക് എന്റെ പെങ്ങളെ പറ്റിയൊരു സങ്കല്പമുണ്ട്. അതിനകത്ത് നിൽക്കുകയാണെങ്കിൽ എനിക്ക് പെങ്ങളോട് താല്പര്യമുള്ളൂ. എനിക്ക് എന്റെ ആങ്ങളുടെ മുമ്പിൽ എന്തോരം താഴാനും വിഷമില്ല. നിനക്കതൊക്കെ പഠിഞ്ഞു കഴിഞ്ഞതല്ലേ? ഇപ്പോ 10-12 വർഷമായിട്ടുള്ള കോച്ചിങ് അല്ലേ? അപ്പൊ ഞാൻ നിക്കണ്ട? നടക്കൂല. എന്ത് ദുഷ്ടനാടാ നീ. എന്റെ അടുത്ത് ഇല്ലടി. നിന്റെ അടുത്ത് ഉണ്ടാവും. ആ കാർഡ് എന്നാന്ന് തന്നു. ഞാൻ നിനക്ക് 1000 രൂപ വന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്കൂടെ പണി വരുമല്ലോ. അല്ല, എന്നാലും തൽക്കാല ആവശ്യങ്ങൾ നടക്കുമല്ലോ. അമ്മോട് ചോദിച്ചു. അമ്മ ഒട്ടും തരില്ല. അമ്മയ്ക്ക് ഞാൻ പൈസ കൊടുക്കാനുണ്ട്. അമ്മ തരില്ലല്ലോ. എന്താ തരാത്? ഞാനിപ്പോ ആവല്ലേടാ. പിന്നെ നീ ഭയങ്കര പാവല്ലേ. പോവാ. പണിയുടെ കാര്യം ഒന്ന് ഓർത്തോട്ടോ. എന്റെ പണിയുടെ കാര്യം ഒന്ന് ഓർത്തോളാൻ. ആ പെണ്ണിന്റെ കാര്യം ആലോചിച്ചിട്ട് ഒരു എത്തുമ്പടിയും കിട്ടില്ല എനിക്ക്. ഞാനും അത് തന്നെ ആലോചിക്കണം. ഈ അച്ഛനും അമ്മയൊക്കെ കൂടി സുപ്രീം കോടതി വരെ പോകേണ്ട വല്ല കാര്യമുണ്ട്? ഇഷ്ടമുള്ളവൻ്റെ കൂടെ പോട്ടെ എന്ന് വെക്കണമെന്നേ. നീ ആരുടെ കാര്യ പറയണത്? ഹാദിയുടെയോ? അത് ശരി. നീ പിന്നെ ആരുടെ കാര്യം പറഞ്ഞത്? ഞാൻ എന്റെ തങ്കത്തിന്റെ കാര്യം പറയാടോ. തങ്കത്തിന്റെ കാര്യം സുപ്രീം കോടതി അല്ല, പടച്ചാമ്പുരാൻ തീരുമാനിച്ചാൽ നടക്കൂല. ക്ലീറ്റസിന്റെ ഭാര്യയല്ലേ, അതൊക്കെ പോയ കേസാണ്. ഇന്ന് രാവിലെ എൻ്റെ അടുത്ത് വന്നിട്ട് ഭയങ്കര കരച്ചിലും പറച്ചിലും. ഇപ്പൊ തീരെ പണിയില്ല. അപ്പൊ അവൾക്ക് ഏതെങ്കിലും ഒരു ഈ ലേഡീസൊക്കെ തയ്ക്കുന്ന കടകളില്ലേ, അപ്പൊ ഏതെങ്കിലും ഒരു കടയിൽ പണി ശരിയാക്കി കൊടുക്കുമോ നീ ഒന്ന് പറയടാ കനകാന്നും പറഞ്ഞിട്ട്. ഞാൻ എവിടെ പോയിട്ട് കൊടുക്കാനാണ്? വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് നിൽക്കണ്ട. നമ്മ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കി കൊടുത്ത് ഇവൻ അവിടെ ചെന്ന് മെക്കിട്ട് കയറും, അലമ്പുണ്ടാക്കും. ദിവസവും പ്രശ്നം തീർക്കാനേ നേരം ഉണ്ടാവുള്ളൂ. ഒരു കടയിലും നീ ചോദിക്കാൻ നിൽക്കണ്ട. എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ സഹായിക്കാം. മാത്രല്ല നന്നായിട്ട് തയ്ക്കാനൊക്കെ അറിയുന്നവളാ. അതെനിക്കറിയാലോ. പക്ഷെ ആകിതാക്കി ഇവള് തയ്ച്ചാലേ ഉടുക്കുള്ളൂ. നല്ല തയ്യക്കാരത്തി തന്നെയാണ് ഇവള്. മറ്റേ പാറക്കാട് കുന്നൊക്കെല്ലേ, ആ ഭാഗത്തു നിന്നൊക്കെ ഉള്ള പെൺകുട്ടികളൊക്കെ ഇവളുടെ അടുത്ത് വന്നിട്ടാ തയ്ച്ചിരുന്നു. അപ്പൊ അവരെന്താ വെച്ചാൽ അവരൊക്കെ അത് പഠിച്ചിട്ട് നന്നായിട്ട് ഫാഷനൊക്കെ തയ്ക്കാൻ വേണ്ടി പഠിച്ചിട്ട് ഇപ്പൊ അവിടെ നിന്നുള്ള ഒരൊറ്റ ആള് വരുന്നില്ല. പിന്നെ ഈ മുഴത്തിന് കടകളും കഷ്ടപ്പാടാണ് ആ പെണ്ണിന്റെ കാര്യം. എന്തേനാ അവനോടൊക്കെ വല്ല പണിക്ക് പോകാൻ പറയുന്നത്? നിങ്ങൾ ഈ പുന്നാരിച്ച് വീട്ടിൽ കയറ്റി ഇരുത്തണ എന്തിനാ? അവനെ പെണ്ണാണോ പണിയെടുത്ത് കൊടുക്കേണ്ടത്? ഇവന്റെയൊക്കെ യോഗമാണ് യോഗം. ഒരു പെണ്ണിനെയും വിളിച്ചുകൊണ്ട് പോയിട്ട് അവള് ജോലി എടുത്ത് നോക്കുകയും ചെയ്യണ്, ഓസിന് താമസിക്കാനായിട്ട് വീടും. ഇതിപ്പോൾ അവള് രാവിലെ വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടേ ഇപ്പൊ എന്തെങ്കിലും ഒരെണ്ണം നമ്മൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അതിലേറെ കുഴപ്പമാകും. ഇപ്പം ഏത് കടയിലെന്ന് ഓർത്താണ് നമ്മൾ ജോലിക്ക് നിർത്തുന്നത്? അത്രയും വലിയ സംവിധാനമൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാ? നിന്റെ പരിചയത്തിൽ വല്ലതും ഉണ്ടോടാ?
കടകളൊന്നുമില്ല, പിന്നെ വേറൊരു സംവിധാനമുണ്ട്. ഉം. അത് ചെയ്യുമോ ഇവള്? തങ്കം, വന്നേ. ഇരിക്ക്. നീ ഇന്ന് രാവിലെ സംസാരിച്ച കാര്യം ഞാൻ ഫാസിലായിട്ടൊന്ന് സംസാരിച്ചു. അപ്പോൾ ഫാസിൽ പറഞ്ഞു അവൻ്റെ അടുത്തുള്ള ഒരു സാംസൺ ചേട്ടുണ്ട്, പുള്ളി ഈ മാക്സിയുടെ ഒക്കെ കടയില്ലേ, മാക്സി കട, അത് നടത്തുകയാണ്. അപ്പോൾ പുള്ളി ഇപ്പോൾ ഈയിടെയായിട്ട് മറ്റേ ഈ ചുരിദാറും കൂടെ അതിൻ്റെ കൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ചുരിദാർ പുള്ളി ഇപ്പം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിങ്ങനെ ഈ പീസ് വർക്കായിട്ട് പുറത്തേക്ക് കൊടുക്കുക. അപ്പോൾ അതിൽ ഏതൊക്കെ 2-3 കുട്ടികളുണ്ട്, അവരൊക്കെ കല്യാണം കഴിഞ്ഞ് പോയി. ഇനിയിപ്പോൾ അതിനെ വേറെ ആളെ പുള്ളി എടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെന്ന് സംസാരിക്കാം. അപ്പോൾ അവർ തുണി തരും. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് നമ്മൾ തയ്ച്ചവർക്ക് കൊടുക്കണം. നിങ്ങൾ എത്ര രൂപ വാങ്ങിക്കും പുറത്തുനിന്നൊക്കെ? വീട്ടിൽ ഞാൻ അങ്ങനെ ഒരുപാട് പൈസ മേടിക്കാറില്ല, പക്ഷെ പുറത്ത് സാധാരണ ഒരു ചുരിദാർ തയ്ക്കണേന് 300 രൂപ 350 രൂപ ഒക്കെ മേടിക്കും. അപ്പൊ ഇതെങ്ങനെ പോയാലും എനിക്ക് തോന്നുന്നു 100-150 രൂപ അങ്ങേര് തരും. നമുക്ക് വേറെ ചെലവൊന്നുമില്ലല്ലോ. വലിയ താല്പര്യം ഉണ്ടോന്ന് വെച്ചേക്കണേ? താല്പര്യമുണ്ട്. താല്പര്യമുണ്ടെന്ന് പറഞ്ഞ എടി, നിന്റെ ഇവിടുത്തെ കാര്യങ്ങളും പിന്നെ ഈ ക്ലീറ്റസിന് ഒരിക്കൽ പറഞ്ഞായെങ്കിലും ഇതെല്ലാം കൂടെ ആയിട്ട് പിന്നെ ഇതും കൂടെ അതിന്റെ കൂടെ ആകെ കടന്ന് വരകാൻ നിൽക്കരുത്. ഇതൊരു ജോലിയായിട്ട് ഏറ്റെടുക്കാൻ തയ്യാറാവണം. അങ്ങനെയാണെങ്കിൽ അത് നടക്കും. കാരണം എന്താ വെച്ചാൽ പുള്ളി വേറെ വലിയ വലിയ കടകളിൽ നിന്ന് ഓർഡർ എടുത്തിട്ട് ആ പറഞ്ഞ സമയത്തിന് ഈ സാധനം കൊടുക്കണമെങ്കിൽ നിങ്ങളിത് തയ്ച്ചിട്ട് കൊടുക്കണം. ഒരു ദിവസം 10 എണ്ണം തയ്ച്ചു കൊടുക്കേണ്ടി വരുമോ? അങ്ങനല്ലേ നിനക്ക് പറ്റണത്. അപ്പോൾ മാക്സിമം ഒരു 10 എണ്ണം ചെയ്യുകയാണെങ്കിൽ ഇപ്പം എനിക്ക് കിട്ടുന്ന ശമ്പളത്തേക്കാൾ കൂടുതൽ ശമ്പളം നിനക്ക് കിട്ടും. അപ്പം അതിനെ ചെയ്യണം. ചെയ്യാടാ, ഞാൻ ചെയ്യാം. നീ ഒന്ന് ഫാസിലിനോട് പറഞ്ഞാ. ഈ ക്ലീറ്റസിനോടൊക്കെ ചോദിച്ചിട്ട് അവനത് താല്പര്യം. ക്ലീറ്റോനോടൊന്നും ചോദിക്കാനില്ല. എനിക്ക് ഇങ്ങനെയെങ്കിലും ജീവിച്ചേ പറ്റുള്ളൂ. ഞാൻ നരകിക്ക് അവിടെ കിടന്നു. അതിന്റെ ഇടയിൽ കൂടെ കിടന്നിട്ട് ഇനി വെറുതെ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വിഷയാക്കിട്ട് വരരുത്. അതാ ഞാൻ പറയുന്നത്. ഇല്ല, നീ ഇതൊന്ന് ചെയ്താ കനക. എന്നാ പിന്നെ നമുക്ക് പോയിട്ട് സംസാരിക്കാം. അയാളെ കാണണോ? അയാളൊന്ന് കണ്ടിട്ട് നിന്നെ കൂടെ കണ്ടോട്ട്. മറ്റേ എൻ്റെ ഒരു തലയിൽ മാത്രം എൻ്റെ ഉത്തരവാദിത്തമായിട്ട് നിൽക്കണ്ട. അപ്പൊ നമുക്ക് എന്നാ പോണ്ടേ? എപ്പോഴാ പോവാ? ഇന്നിപ്പോ നിനക്ക് പോണ്ടേ? നീ നാളെ പോയല്ലോ. നാളെ പോവാം. ഞാൻ പോകട്ടെ? ചോറുണ്ടില്ലല്ലോ? ഇല്ല, കഴിക്കും. ഞാൻ വന്നപ്പോ ഈ കാര്യം പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. ശരി കേട്ടോ.